3-3:30 മണിയായി കാണും. നമ്മുടെ ഫിലിം ക്രിറ്റിക്സിൻ്റെയൊക്കെ ആളായിരുന്നു അദ്ദേഹം, ഇന്നില്ല, ശ്രീ മണ്ണാറക്കയ ബേബി. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, വലിയ ഒരു ന്യൂസ് കേട്ടല്ലോ. ഞാൻ എന്താ ബേബി? അല്ല, നമ്മുടെ അവിടെ ഈ കൊള്ളക്കത്തിൻ്റെ സ്ഥലത്ത് പുള്ളി അതുകൊണ്ട് വ്യക്തമായിട്ട് പറയുന്നില്ല, പറയാനൊരു ചെറിയ മടി, കാരണം പുള്ളി കേട്ട വാർത്തകളും അങ്ങനെയാണ്. എന്തോ ഒരു ചെറിയ അപകടം നടന്നു കൊള്ളക്കത്ത്. അയ്യോ, കൊള്ളക്കത്തിൻ്റെ സെറ്റിൽ സുഗോട്ടനും ജയനും ഇന്നലെ ആ പടത്തിനാണ് പോയിരിക്കുന്നത്. അല്ല, അതാണ് ഞാൻ പറയാൻ വന്നത്. ഞാൻ പറഞ്ഞു, അല്ല എന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ, അല്ല അത് ഇവർ രണ്ടുപേരും കൂടെ അഭിനയിച്ച ഒരു രംഗത്തിൻ്റെ ഇടയ്ക്കാണിത്. ഞാൻ അയ്യോ ബേബി, എന്തോ ആർക്കെങ്കിലും വല്ലതും പറ്റിയോ? അപ്പോൾ പുള്ളി അതിന് ഉത്തരം പറയുന്നില്ല. അല്ല, അത് അങ്ങനെ എനിക്കൊന്നും ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഒരു അപകടം നടന്നു. എനിക്കാണെങ്കിൽ ഇത് കേട്ടപ്പോൾ ജയനും സുഗോട്ടനും കൂടെ അഭിനയിക്കുന്ന സീനിലാണെന്നും ഇനിയിപ്പോൾ ഇവർ രണ്ടും കൂടെ പോയി എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചോ ഈശ്വര, ഒന്നും അറിയില്ലല്ലോ. ഞാൻ അറിയാവുന്ന നമ്പറുകളിലെല്ലാം എനിക്ക് മദ്രാസിൽ ഈ പറഞ്ഞ പോലെ പലരെ അറിയാം. അങ്ങനെ സൂണ സ്ക്രീൻ്റെ പടമാണത്, ഹരിഹരൻ സാറിൻ്റെ പടമാണ്. അപ്പോൾ അത് ഞാൻ അവിടെ വിളിച്ചു, ഇവിടെ വിളിച്ചു, ഭാസി സാറിനെ വിളിച്ചു, അടൂർ ഭാസി സാറിനെ കൊണ്ട് അവിടെ വിളിപ്പിച്ചു, ഇങ്ങനെ പലയിടത്തും വിളിപ്പിച്ചിട്ട് അവസാനം അവരുടെ മറുപടി വന്നു, ഒരു അപകടം നടന്നു എന്നുള്ളത് സത്യമാണ്, പക്ഷേ വലിയ സുകുമാരനൊന്നുമില്ല, ജയൻ കുറച്ചൊരു, അപ്പോഴും ഇവർ ഇങ്ങനെ ഇത്രയും ക്രിറ്റിക്കലാണെന്നുള്ള രീതിയിൽ ആരും പറഞ്ഞില്ല. കാരണം ഞാനിങ്ങനെ ദൂരെ ഇരിക്കുന്നു, ഇനി ഇവർ സുഗോട്ടനെ കുറിച്ചൊന്നുമില്ല എന്ന് പറയുന്നത് സത്യമാണോ അതോ അതും നുണയാണോ എന്നൊക്കെ എനിക്ക് തോന്നുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അത് കഴിഞ്ഞൊരു 15 മിനിറ്റൂടെ കഴിയുമ്പോൾ മണ്ണാർക്കായ ബേബി വീണ്ടും വിളിക്കുക. വലിയ വേറൊന്നുമല്ല, സുകുമാരനൊരു കുഴപ്പമില്ല, അതും ജയനാണ് എൻ്റെ കുഴപ്പമില്ലാതെ രക്ഷപ്പെടാൻ കാരണം എന്ന് പറഞ്ഞ കഥ മുഴുവൻ പറയുകയാണ്. ഹെലികോപ്റ്ററിൽ സുഗോട്ടൻ്റെ തോളത്ത് കൈ വെച്ചുകൊണ്ട് പോന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ അവിടെ ഇവിടെയൊക്കെ പട്ടാളത്തിലൊക്കെ പോയിട്ടുള്ളതുകൊണ്ടായിരിക്കാം ഇതൊക്കെ അറിയാം. സുഗോട്ട, ഞാനിങ്ങനെ ഈ ഹെലികോപ്റ്ററിൽ പിടിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം, ഞാനൊരു ശബ്ദം ഇങ്ങനെ ആന്നോ ഊന്നോ ഒക്കെ ഉറക്കെ ഞാൻ പറയാം എന്നെ കൊണ്ടാവുന്ന പോലെ, അത് കേൾക്കുമ്പോൾ ഈ ബൈക്ക് നീ മുമ്പോട്ട് വിട്ട് നേരെ അങ്ങ് മാറിക്കണം. അപ്പോൾ എന്താ, അല്ല ഇത് അഥവാ ഞാൻ പിടിക്കുമ്പോൾ ഒന്ന് ചരിഞ്ഞാൽ ഈ പ്രൊപ്പല്ലർ നിൻ്റെ തലയിലെങ്ങാട് പിടിക്കുമോ ഈശ്വര, എനിക്കതൊരു പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ സുട്ടപ്പനില്ല, ഞാനത് ശ്രദ്ധിച്ചോളാം ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ വരുന്നു, ജയനെ പിടുത്തം അതിൽ കിട്ടി, ജയനിങ്ങനെ ആന്ന് പറയുന്നു. അപ്പോഴത്തേക്കും സുഗോട്ടനിങ്ങനെ മുമ്പോട്ട് പെട്ടെന്ന് റേസ് ചെയ്ത് വണ്ടി അങ്ങോട്ട്, പക്ഷേ ഒരു 100 മീറ്റർ തികച്ച് പോയി കാണത്തില്ല, ഭയങ്കര ഒരു ശബ്ദം കേട്ടിട്ട് സുഗോട്ടൻ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയപ്പം ഹെലികോപ്റ്റർ താഴെ വീട് ചിറകിൻ്റെ അവിടെ ഇങ്ങനെ കത്തുന്നതാണ് കാണുന്നത്. ഏതാണെന്ന് ഒരു പിടിയും കിട്ടുന്നുമില്ല. അപ്പോൾ ആകെ മൊത്തം സുഗോട്ടനും അങ്ങ് ഒരുമാതിരി വല്ലാതെ കയ്യും കാലും ഒന്നും അനങ്ങാത്തൊരവസ്ഥയായിപ്പോയി. കാരണം ആ സൈഡാണ് ജയൻ തൂങ്ങി നിന്നതും. ഓടി തിരിച്ച് വന്ന് ബൈക്ക് അങ്ങോട്ട് ഇട്ടേച്ച് ഓടി അടുത്തോട്ട് ചെന്ന് അപ്പോൾ ഇന്നും സുഗോട്ടൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു പക്ഷേ ജയൻ്റെ ഈ പറഞ്ഞ പോലെ ദിനചര്യയും ആ ശരീരം നോക്കുന്ന രീതിയും ഭക്ഷണ രീതിയും ഒക്കെ കൊണ്ടുള്ളൊരു ആരോഗ്യമുണ്ടല്ലോ, ആ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കാം ആ ഓൺ ദ സ്പോട്ട് ജയൻ മരിക്കാതിരുന്നത്. കാരണം പക്ഷേ ഇവരൊക്കെ നോക്കുമ്പോൾ ഈ ബാക്ക് സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇട്ടു. അത് പക്ഷേ കാറിലോട്ട് കയറ്റി കിടത്തി ഇവരെല്ലാവരും 2-3 പേരെ കാറിൽ കയറി. അപ്പോൾ കയറിയവർക്കെല്ലാം മനസ്സിലായി എന്തോ ഒരു സംഭവിച്ചോന്ന്. കാരണം ഒരു അനക്കമില്ല, മറ്റേ അതുവരെ ചില മുക്കൽ എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ശബ്ദമില്ല. ഓടി പിടിച്ച് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് അവരെ പെട്ടെന്ന് എമർജൻസി കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് വന്ന് പറഞ്ഞ് രക്ഷയില്ല സാർ, ഓൾറെഡി ആൾ പോയി. അയ്യോ, അതങ്ങോട്ട് ഒരു പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്കല്ലെന്നല്ല, എല്ലാ ധൈര്യമുള്ള സുഗോട്ടനും പറ്റിയില്ല, ആർക്കും പറ്റില്ല. കാരണം ഇങ്ങനെ എല്ലാം പറഞ്ഞേച്ചു പോയ ഒരാളിൻ്റെ മരണം ഒരു നിമിഷങ്ങൾക്കുള്ളിൽ കൺമുമ്പിൽ കാണുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പിന്നെ നമുക്ക് ജീവിതത്തിൽ കുറേ കാലം നമ്മളത് കൂടെ കൊണ്ട് നടക്കും, ഒരു വലിയ ഭാരമായിട്ട്. അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മറക്കാൻ പറ്റാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് എൻ്റെ മരണമാണ്. അത് ഭയങ്കരമായിപ്പോയി.